ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ്. അപ്പോൾ കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോസിലെല്ലാം കുക്ക് ചെയ്ത് കാണിക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഡ്രിങ്ക് ആവാമെന്ന്. കുറേ ദിവസമായല്ലോ. ഇപ്പോൾ ഇവിടെ ചെന്നൈയിലൊക്കെ ആണെങ്കിലും നല്ല ചൂടാണ്, മഴയൊന്നും കാര്യമായിട്ടില്ല. പിന്നെ അതല്ലാതെ വെയിലും ചൂടും, പുറത്ത് പോയിട്ട് വന്ന് എന്തെങ്കിലും തണുത്തതൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും തണുത്തത് കഴിക്കണം എന്നൊരാഗ്രഹം വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ഡ്രിങ്ക് ആയിട്ട് ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ ഡ്രിങ്കിന്റെ പേര്, ഞങ്ങൾ തന്നെ വെച്ചിട്ടുള്ള ഈ ഡ്രിങ്കിന്റെ പേര് എന്താണെന്നറിയോ? ചോക്ലേറ്റ് കോഫി മിൽക്ക് ഷേക്ക്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് കോഫി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് കാണാം. അപ്പൊ നമ്മുടെ ഇതിനുപയോഗിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് പാല്. ഒരു കപ്പ്, ഈ കപ്പിന് തന്നെ ഇതുപോലൊരു കപ്പ്, ഈ കപ്പിന് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കാച്ചി തണുത്ത പാലാണ്. അതേപോലെ പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു 1.5 സ്പൂണോളം, ഈ സ്പൂണിന് ഒരു 1.5 സ്പൂണോളം കൊക്കോ പൗഡർ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കോഫിയാണ്, കോഫിയുടെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കോഫി. നമുക്ക് നോർമൽ കോഫി ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊരു ലിക്വിഡ് ആക്കി ഒരു ഫുൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ ഐസ്ക്രീമാണ്. അപ്പോൾ ഈ ഐസ്ക്രീം എങ്ങനെ വേണം, ഏത് ഐസ്ക്രീംസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ചോക്കോ ബ്രൗണി ഫഡ്ജ് എന്ന് പറയുന്നൊരു ഐസ്ക്രീമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് അല്ലാത്തത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ആദ്യം നമ്മൾ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. ഈ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം കുറച്ച് ഷുഗർ ഇത് മുഴുവനും എടുക്കുന്നുണ്ട്. ഈ ഷുഗർ ഒന്ന് പൊടിക്കണം. ഇതിപ്പോൾ നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഷുഗർ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗറിന്റെ കൂടെ കുറച്ച് കൊക്കോ പൗഡർ കൂടെ ഇട്ട് പൊടിച്ചെടുക്കണം. കൊക്കോ പൗഡർ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷുഗറും അതേപോലെ ചോക്കോ പൗഡറും നല്ലപോലെ ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോഫി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ കോഫിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം, ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പൊ നമ്മൾ ആ ലിക്വിഡ് കോഫി ഇല്ലേ, അതും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ? അതെ, നമ്മുടെ ഈ 3 ഇൻഗ്രീഡിയൻസും, അതായത് കൊക്കോ പൗഡറും ഷുഗറും അതേപോലെ കോഫി, ഇത് 3 നല്ലപോലെ യോജിച്ച് വരണം. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ ഈ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാവുന്ന, കോഫി ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിന്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കുറച്ചൊരു ഹാഫ് ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഈ ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ച് മുഴുവൻ ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചു കഴിഞ്ഞു. നമ്മുടെ ചോക്ലേറ്റ് കോഫി മിൽക്ക് ഷേക്ക് റെഡിയായി. ഇനി നമുക്കിത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചൊന്ന് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പം നമ്മളിത് ഏകദേശം നമ്മുടെ ഡ്രിങ്ക് ഇപ്പം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തു, ഏകദേശം ഒരു 20 മിനിറ്റോളം വെച്ചു. നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ആഡ് ചെയ്ത് കഴിച്ചാൽ, ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതങ്ങനെ കുറച്ച് ഐസ്ക്രീമും കുറച്ച് മിൽക്ക് ഷേക്കും കൂടെ ചേർത്തങ്ങോട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് മുഴുവൻ ഒരാൾ കുടിക്കണം എന്നില്ല കേട്ടോ, കുറച്ച് ഷെയർ ചെയ്ത് കഴിക്കാനാണ് പോകുന്നത്. ഞങ്ങൾ ഇത് മൊത്തം കുടിച്ച് തീർക്കുന്നില്ല, കുറച്ച് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കുറേശ്ശായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ അതും പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി ഇങ്ങനെ വല്ലാതെ വേർത്ത് ക്ഷീണിച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡ്രിങ്ക് കഴിച്ചാൽ ഭയങ്കര എനർജിയാണ്. കുറച്ച് നേരത്തേക്ക് ആഹാരമേ നമുക്ക് ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു സമയത്ത് നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാം. എന്നും ഉപയോഗിക്കുന്നതിനല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.